തിരുമല അനിലിന്റെ ആത്മഹത്യയിൽ ബി.ജെ.പി. വാദം തള്ളി കുടുംബം. ഫാം ടൂർ സഹകരണ സംഘത്തിലെ സാമ്പത്തിക പ്രശ്നങ്ങൾ അനിലിനെ സമ്മർദ്ദത്തിലാക്കിയെന്ന് കുടുംബം. വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ട് അനിൽ ആത്മഹത്യ ചെയ്യില്ല, നീതി ലഭിക്കണമെന്നും ഭാര്യ പ്രതികരിച്ചു. മാനസയുണ്ട് വിവരങ്ങളുമായി. മാനസ, ഇപ്പോൾ ഈ ഫാം ടൂർ സഹകരണ സംഘത്തിലെ ക്രമക്കേടുകൾ, അത് മൂലമുണ്ടായ സാമ്പത്തിക പ്രതിസന്ധികൾ അനിലിനെ സമ്മർദ്ദത്തിലാക്കിയെന്നാണല്ലേ കുടുംബം പറയുന്നത്? എന്താണ് വിശദാംശങ്ങൾ? ഇന്ന് പുതിയ പ്രത്യേക അന്വേഷണ സംഘം തിരുമല അനിലിന്റെ വീട്ടിലെത്തി കുടുംബത്തിന്റെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. അതിൽ അന്വേഷണ സംഘത്തിന് ലഭിച്ച വിവരമാണ് ഇക്കാര്യങ്ങൾ. അതായത് ഈ അനിലിന്റെ ആത്മഹത്യക്ക് കാരണക്കാരായ ആളുകളെ കണ്ടെത്തണം. അതോടൊപ്പം തന്നെ മരണം വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ടല്ല, സൊസൈറ്റിയിലെ സാമ്പത്തിക പ്രതിസന്ധിയും ആരോപണങ്ങളുമാണ് അനിലിനെ വല്ലാതെ അലട്ടിയത്. അത് സമ്മർദ്ദത്തിലാക്കി, അതായത് സാമ്പത്തിക സമ്മർദ്ദം മാനസിക സമ്മർദ്ദത്തിലേക്ക് ആക്കി. ഇത് താങ്ങാനാവാതെയാണ് ആത്മഹത്യയിലേക്ക് അനിൽ പോയത് എന്ന കാര്യമാണ് കുടുംബം പോലീസിന് നൽകിയ വിവരം എന്ന് പറയുന്നതാണ് ലഭിക്കുന്ന സൂചന. അതോടൊപ്പം തന്നെയാണ് ആത്മഹത്യയിലേക്ക് വഴിവെച്ച ഉത്തരവാദികളെ കണ്ടെത്തണമെന്നും കുടുംബം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒപ്പം തങ്ങൾക്ക് നീതി ലഭിക്കണമെന്നും അനിലിന്റെ ഭാര്യ അന്വേഷണ സംഘത്തോട് പറഞ്ഞു എന്നാണ് അറിയാൻ സാധിച്ചത്. കാരണം അനിലിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഏറെ വിവാദങ്ങളും ചർച്ചകളും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. കാരണം പെട്ടെന്ന് ഒരു ദിവസം ഇത്തരത്തിൽ എല്ലാവരും തന്നെ ഒറ്റപ്പെടുത്തി നമ്മുടെ ആളുകൾ കാരണമാണ് ഈ അവസ്ഥ ഉണ്ടായത് എന്നതടക്കമുള്ള കാര്യങ്ങൾ സൂചിപ്പിച്ചുള്ള ഒരു ആത്മഹത്യ കുറിപ്പ് മാത്രം ബാക്കിയാക്കിയാണ് അനിൽ ആത്മഹത്യയിലേക്ക് പോയത്. അതുകൊണ്ട് തന്നെ അനിലിന്റെ ആത്മഹത്യക്ക് എന്താണ് കാരണം എന്നതടക്കമുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഭാര്യ സൂചിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അന്വേഷണ സംഘം, അതായത് കന്റോൺമെന്റ് ACP സ്റ്റുവർട്ട് കില്ലറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് ഇന്ന് അവിടെ വീട്ടിലെത്തി കുടുംബത്തിന്റെ മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രാഥമികമായാണ് മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനിയിപ്പോൾ ആവശ്യമെങ്കിൽ വീണ്ടും മൊഴി എടുക്കുമെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായ സ്റ്റുവർട്ട് കില്ലർ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇനിയും ഒരുപക്ഷെ മൊഴിയെടുക്കാൻ കുടുംബത്തേക്ക്, അതായത് വീട്ടിലേക്ക് പോകാനുള്ള സാധ്യതയും ഉണ്ട് എന്ന് തന്നെയാണ് അന്വേഷണ സംഘം പറയുന്നത്. ഒപ്പം തന്നെയാണ് സൊസൈറ്റിയിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് സഹകരണ വകുപ്പ് നടത്തിയ ഓഡിറ്റ് റിപ്പോർട്ടിൽ സംഘത്തിൽ വൻ ക്രമക്കേട്, അതായത് 2 കോടിയോളം രൂപയുടെ ക്രമക്കേട് നടന്നതായാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വായ്പ എടുത്ത ആളുകളൊക്കെ തന്നെ തിരിച്ചടച്ചിട്ടില്ല. ആ തിരിച്ചടക്കാത്തത് കാരണം സാമ്പത്തിക സമ്മർദ്ദമുണ്ടായി. അത് മാനസിക സമ്മർദ്ദത്തിലേക്ക് നയിച്ചു. ഫാം ടൂർ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ പ്രസിഡന്റ് ആയിരുന്നു അനിൽ എന്ന് പറയുന്നത്. അനിലിന് ഇത് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. നേതാക്കളൊക്കെ തന്നെ കണ്ടിട്ടുണ്ട് എന്നത് തെളിയിക്കുന്ന രീതിയിലുള്ള പോസ്റ്റുകളും നൽകുന്നു. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ് ഇക്കാര്യം ഫേസ്ബുക്കിലൂടെ അറിയിച്ചത്. 2 ദിവസം മുന്നേ തന്നെ അനിൽ വന്ന് കണ്ടിരുന്നു എന്നത്. പക്ഷേ അധ്യക്ഷൻ എന്താണ് കണ്ടുമുട്ടലിൽ പറഞ്ഞതെന്നും അനിൽ എന്തിനാണ് കണ്ടതെന്നും അടങ്ങിയ കാര്യങ്ങളൊന്നും തന്നെ അധ്യക്ഷന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെയും ലഭ്യമായിട്ടില്ല. എങ്കിൽ കൂടിയും ഇത്തരത്തിലുള്ള വായ്പാ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് അനിൽ ആരെയെങ്കിലും കണ്ടിട്ടുണ്ടാകണം എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണവും നടക്കുന്നുണ്ട്. ഒപ്പം സൊസൈറ്റിയിലെ വിവരങ്ങളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ആരൊക്കെയാണോ വായ്പ എടുത്തത്, എത്ര രൂപയാണോ വായ്പ എടുത്തത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസിന്റെ കയ്യിൽ ലഭ്യമാകും എന്ന് തന്നെയാണ് അറിയുന്നത്. അത് അനുസരിച്ച് തുടർ മൊഴി രേഖപ്പെടുത്തലും ചോദ്യം ചെയ്യലും നീക്കങ്ങളുമായി പോലീസ് മുന്നോട്ട് പോകുമെന്നാണ് ലഭ്യമാകുന്ന വിവരം. അക്ഷയ്.